പാർട്ടി വിടുമെന്ന കെ സുധാകരന്റെ ഭീഷണിക്ക് മുന്നിലാണ് ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയത്. എംപിമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിൽ സുധാകരന് മാത്രം ഇളവ് നൽകാനാണ് നേതൃത്വത്തിന്റെ നീക്കം. സുധാകരൻ മാധ്യമങ്ങളെ കണ്ട് നിലപാട് പ്രഖ്യാപിക്കാനിരിക്കെ എ.കെ. ആന്റണിയും രമേശ് ചെന്നിത്തലയും നടത്തിയ നീക്കമാണ് കോൺഗ്രസിലെ വലിയ പൊട്ടിത്തെറി ഒഴിവാക്കിയത്. ഞാൻ സുധാകരനോട് ദീർഘമായി സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ജീവൻ പണയപ്പെടുത്തി പോരാടിയ ആളാണ് സുധാകരൻ. അതുകൊണ്ട് ഒരിക്കലൊരു മൂന്നാമത് ഭരണം അവർക്കുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പാർട്ടിയുടെ തീരുമാനം അനുസരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ കണ്ണൂരിൽ സുധാകരൻ അനുകൂലികൾ ആഹ്ലാദ പ്രകടനം നടത്തി. അതേസമയം കണ്ണൂർ DCCയിൽ കെ സുധാകരൻ ടി.ഒ. മോഹനൻ അനുകൂലികൾ തമ്മിൽ നേതൃയോഗത്തിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. കെ സുധാകരൻ ഡൽഹിയിൽ തുടരും. ഇന്ന് കേരളത്തിലേക്ക് മടങ്ങാനിരുന്ന സുധാകരൻ യാത്ര നാളത്തേക്ക് മാറ്റി. വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്കാണ്. ബൽറാം, കോൺഗ്രസിനെ സംബന്ധിച്ച് കെ സുധാകരൻ അദ്ദേഹത്തിന്റെ കടുംപിടുത്തം വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം മടങ്ങുന്നില്ല എന്നും മനസ്സിലാക്കുന്നു. അമൃത, കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഏറെ പ്രതിസന്ധിയിലൂടെ നടത്തിയത് കെ സുധാകരന്റെ നിലപാടുകളാണ്. ഈ എംപിമാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെ തീരുമാനം, അതിനെ പോലും വെല്ലുവിളിക്കാൻ സുധാകരൻ രംഗത്ത് വരികയും അത് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ കടുത്ത തോതിൽ പ്രതിസന്ധി ഉയർത്തും എന്ന് നേതൃത്വത്തിന് ബോധ്യപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് സുധാകരനെ അന്വയിപ്പിക്കാൻ വീണ്ടും ശ്രമമുണ്ടായത്. കെ സുധാകരനുമായി ഇന്ന് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ എ.കെ. ആന്റണിയും സംസാരിച്ചു. ഈ പ്രധാനമായും രമേശ് ചെന്നിത്തലയാണ് ആദ്യഘട്ടത്തിൽ കെ സുധാകരൻ കടുത്ത നീക്കത്തിലേക്ക്, അതായത് പാർട്ടി വിട്ട് അല്ലെങ്കിൽ എം പി സ്ഥാനം രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു. ഒപ്പം തന്നെ 25ഓളം സീറ്റുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുമാണ് അദ്ദേഹത്തിന്റെ നീക്കം എന്നുള്ള റിപ്പോർട്ടുകൾ വന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടായത്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തോട് ഇന്ന് മാധ്യമങ്ങളെ കാണരുത് തൽക്കാലത്തേക്ക് എന്നും ഇക്കാര്യങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് അനുകൂലമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി പരിശോധിക്കാം എന്നുമുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള ഒരു തീരുമാനം സുധാകരൻ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തുടർ ചർച്ചകളിൽ അത് എ.കെ. ആന്റണി അദ്ദേഹവുമായി ഫോണിൽ ദീർഘനേരം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം തന്നെ സുദീർഘമായ സംഭാഷണത്തിൽ എ.കെ. ആന്റണി കേട്ടു. തുടർന്നാണ് ഈ അദ്ദേഹത്തോട് പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകരുത് എന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ രണ്ട് നേതാക്കളുടേതടക്കമുള്ള ഇടപെടലിനെ തുടർന്നാണ് കെ സുധാകരന് അനുകൂലമായ നിലപാട് മാറ്റാൻ, അതായത് ഈ എംപിമാർ മത്സരിക്കേണ്ടെന്ന കാര്യത്തിൽ കെ സുധാകരന് മാത്രം ഇളവ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനായി അതേസമയം മറ്റ് എംപിമാർ അടൂർ പ്രകാശ് അടക്കമുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.